കർത്താദാസൻ ദീപു റാന്നി. ദീപു റാന്നി എന്ന് വെച്ചെങ്കിലും കുവൈറ്റിലാണ് താൻ ജോലി ചെയ്യുന്നത്. കുവൈറ്റ് രഹബോത്ത് ഏജി ചർച്ചിൽ പാസ്റ്റർ ടീമിന്റെ പാട്ടാണ്. സീനിയർ പാസ്റ്റർ ജോയ് വർഗീസ്, സന്തോഷ് പാസ്റ്ററോടൊപ്പം താൻ ശുശ്രൂഷയിലായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ്. വിശ്വാസത്തിൽ ചെറിയ പ്രായത്തിൽ ഒറ്റയ്ക്ക് വരുവാനിടയായി തീർന്നു. ഒത്തിരി കാര്യങ്ങൾ, തന്റെ ജീവിതാനുഭവങ്ങൾ, താൻ വിശ്വാസത്തിൽ ഇറങ്ങിയത്, തന്റെ ഹൃദയത്തിലുള്ള ചോദ്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ആ കാലഘട്ടത്തിൽ താൻ അനുഭവിച്ച ആത്മീയ സംഘർഷങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. ഞാൻ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ, കാരണം പാസ്റ്റർക്ക് അത്യാവശ്യം പോകേണ്ടത് കൊണ്ട് മുഴുവൻ സമയം തുടർന്നുള്ള സമയങ്ങൾ ദീപു പാസ്റ്റർക്ക് ഏൽപ്പിക്കുകയാണ്. പാസ്റ്റർ, വെൽക്കം. പാസ്റ്റർ ദീപു. പാസ്റ്റർക്ക് അടുത്ത സമയങ്ങൾ എടുക്കാം കേട്ടോ. വലിയൊരു അനുഗ്രഹത്തിന്റെ കാരണമായിട്ട് ഞാന് രഹബോത്ത് ഏജി ചർച്ചിൽ ഞാൻ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു പ്രേരണ ഉണ്ടായത്, പാസ്റ്ററെ നമ്മുടെ യുവായിൽ കൊണ്ടുവരണമെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. കുവൈറ്റിൽ വന്നപ്പോൾ പരിചയപ്പെടുവാനിടയായി തീർന്നു. ദൈവം നല്ല ബന്ധങ്ങളെ നൽകി. പാസ്റ്റർക്ക് ഇങ്ങനെയുള്ള സമയം എടുക്കാം കേട്ടോ. പാസ്റ്റർ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അനുഗ്രഹീതമായ ഒരു അവസരം ദൈവം ഒരുക്കി തന്നു ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതിന് മുഖാന്തരമായ കർത്താവിന്റെ ദാസനെയും ഇതിന് ചുമതലപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഞാൻ ഒരു സദസ്സിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് കുറെ നാളുകളായി. ഞാനിപ്പോ ഈ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുമ്പോൾ കൂടുതലും നമ്മൾക്കിവിടെ ഈ കുവൈറ്റിലൊക്കെ ഒത്തിരി സമയപരിധി ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ ശുശ്രൂഷയിലോട്ട് പ്രവേശിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. എങ്കിലും ചിലപ്പോഴൊക്കെ ചില ഭാഗങ്ങളൊക്കെ കർത്താവ് പറയാൻ അവസരം തന്നിട്ടുണ്ട്. എന്നാൽ ഇതൊരു നിയോഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഒത്തിരി യൗവനക്കാരായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളൊക്കെ ഇത് ജോയിൻ ചെയ്ത് കേൾക്കുന്നുണ്ട്. സഭയുടെ ഭാഗമായിട്ട് യൗവനക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒത്തിരി വലിയ അനുഗ്രഹമാണ്, ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിക്കും എൻ്റെ പുറകിലോട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്കും ഈ യൗവന പ്രായത്തിൽ തന്നെ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ യൗവന പ്രായത്തിൽ തന്നെ യേശുവിനെ അറിയാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അങ്ങനെയുള്ള യൗവനക്കാരുടെ കൂട്ടായ്മകളിൽ പലതും പങ്കെടുക്കാനും ദൈവം എനിക്ക് അവസരം തന്നു. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയാൻ ആരംഭിക്കുന്നതിന് മുമ്പ് അതിനെ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ സാക്ഷ്യമെന്ന് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് യേശുവിനെ കിട്ടിയെന്നുള്ളതാണ്. യേശു കർത്താവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിപ്പാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അടുത്ത ജീവിതത്തിലെ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ അവൻ എൻ്റെ മേൽ പകർന്നു എന്നുള്ളത്. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യവും അനുഗ്രഹവുമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്തോത്രം. ഇനി എൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഞാന് റാന്നി സ്വദേശിയാണ്. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് കുവൈറ്റിലായിരിക്കുന്നു. എൻ്റെ വൈഫിന്റെ പേര് അനീഷ. ഞങ്ങൾക്ക് ദാനമായിട്ട് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. മോള് ഹന്ന, അവൾക്കിപ്പോ 13 വയസ്സുണ്ട്. മോൻ എഫ്രൈം, അവന് 7 വയസ്സ്. ഞങ്ങള് കുടുംബമായിട്ട് ഇവിടെ കുവൈറ്റിലായിരിക്കുന്നു. 2015 തൊട്ട് ഞങ്ങൾ കുടുംബമായിട്ട് കുവൈറ്റിലായിരിക്കുന്നു. മോനെ ഇവിടെ വെച്ചാണ് ഉണ്ടായത്. ബാക്കിയുള്ള കാര്യങ്ങള്, കുടുംബപരമായിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് ഞങ്ങൾ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിരുന്നു. ഒത്തിരി അനുഗ്രഹമാണ് ഞങ്ങൾക്ക് ഇവിടെ ആയിരിക്കുന്നത്. ദേവദാസന്റെ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ഒത്തിരി വളരെ അനുഗ്രഹമായിട്ട് കർത്താവ് തീർത്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വീണ്ടും ദേവദാസനെ സഹായിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ജനിച്ചു വളർന്നത് ഒരു സാമുദായിക പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. റാന്നിയില് മേനാന്തോട്ട ഹോസ്പിറ്റലിനോട് ചേർന്ന് അതിനുള്ള അടുത്താണ് പൂമലയ്ക്ക് പോകുന്ന റോഡിലാണ്, ആ റോഡിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളൊരു സാമുദായിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു. അപ്പൊ ആ സാഹചര്യങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ സാമുദായിക പശ്ചാത്തലങ്ങളിലെ പ്രാർത്ഥനകള്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് അവർ പ്രാർത്ഥനയിലൊക്കെ ഒത്തിരി അവരുടെ നോർമലായിട്ടുള്ള അവരുടെ ആ ഒരു റിച്വലായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ എന്നും വീട്ടിൽ ചൊല്ലിയും അതിനെ ഞങ്ങളെ പങ്കെടുപ്പിച്ച് വളരെ ഉത്സാഹത്തോടെ പങ്കെടുപ്പിച്ച് പോകുന്ന ഒരു സാഹചര്യം. അന്നൊന്നും യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം നമുക്കില്ലായിരുന്നു. എന്നാൽ ഒരിക്കൽ ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. ഇങ്ങനെയുള്ള എൻകൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായ ദിവസമൊക്കെ
ശരിക്കും നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിരുന്നല്ലോ. പക്ഷെ അന്നൊന്നും നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ പശ്ചാത്തലങ്ങളോ ആ നിലവാരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലല്ലാത്തതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടും ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും ഞാൻ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണെങ്കിൽ എന്റെ 10ാം ക്ലാസ് പ്രീ ഡിഗ്രി സമയം, 10ാം ക്ലാസ്സിന്റെ ആ സമയം, 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എപ്പോഴാണ് 10ലോ 8ലോ 9ലോ 10ലോ ആ ഒരു ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ അടുത്ത് പൂമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം ആ സ്ഥലത്ത് ഒരു എക്യൂമെനിക്കൽ കൺവെൻഷൻ നടക്കും. അന്ന് ഇന്ന് ഇന്ത്യയില് വളരെ വർഷങ്ങളായിട്ട് കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന PG വർഗീസ് അങ്കിള് മിക്കവാറും എല്ലാ വർഷവും അവിടെ പ്രസംഗിക്കാനായിട്ട് അദ്ദേഹം വരാറുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന ഒരു മീറ്റിംഗിൽ ഞാൻ ഇതുപോലെ ഏറ്റവും പുറകിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് നമുക്ക് എതിർപ്പോ അങ്ങനൊന്നുമില്ല. അതൊക്കെ വളരെ എന്തോ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ പോകുമായിരുന്നു. എന്താ അവിടെ നടക്കുന്നത്, എന്തോ പറയുന്നതെന്നൊന്നും നമുക്ക് എന്തൊക്കെയോ താല്പര്യങ്ങൾ അകത്തുണ്ടെങ്കിലും കൂടുതൽ കർത്താവുമായിട്ടൊന്നും ബന്ധമില്ല. എന്നാൽ ഞാൻ പുറകിലിരുന്ന് ആ കർത്താവിന്റെ ദാസൻ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പുറകിലിരുന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഏത് വചനമാണെന്ന് ഞാനിപ്പോ ഓർക്കുന്നില്ല, പക്ഷെ എന്റെ ഹൃദയത്തെ തൊടുന്ന രീതിയിൽ എന്നോടാണ് എന്റെ പേരൊന്നും വിളിച്ചൊന്നുമില്ല, പക്ഷെ എന്നോടാണ് സംസാരിക്കുന്നതെന്നുള്ള ആ ഒരു ഭയങ്കര ബോധ്യം എന്റെ ഹൃദയത്തിൽ തന്ന് ദൈവം എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത് അന്ന് എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിനകത്തേക്ക് വന്നു. അന്ന് കർത്താവിന്റെ ദാസന് ചില വാക്കുകളൊക്കെ ഇങ്ങനെ ഏറ്റു പറയാനായിട്ടൊക്കെ പറഞ്ഞത് നമ്മൾ നോർമലി ഏറ്റു പറഞ്ഞു. പക്ഷെ അവിടം കൊണ്ട് അത് തീർന്നില്ലെന്നുള്ളതാണ്. ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നു, വീട്ടിൽ കടന്നു വന്ന് ഞാന് എന്റെ എല്ലാവരും ഭവനത്തിലകത്ത് ഉറങ്ങാൻ ഞാൻ അവസരം നോക്കിയിരിക്കുക. എല്ലാവരും കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ തിണ്ണയിലോട്ട് ഞാൻ മുട്ടുമടക്കി അന്ന് വരെ എന്റെ ജീവിതത്തെ എല്ലാം ഓർത്ത് ഒരു വെള്ളപ്പൊക്കം പോലെയായിരുന്നു എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. അതുപോലെ ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകി വന്ന കർത്താവുമായിട്ടുള്ള എൻകൗണ്ടർ അന്ന് സംഭവിക്കുക. ഇന്നൊക്കെയാണ് ആ പദമൊക്കെ ലഭിച്ചത്. അന്നൊക്കെ സംഭവിച്ചത് ഇതാണെന്ന് മനസ്സിലാക്കാൻ ഇന്നൊരു പദമൊക്കെ കിട്ടിയത് ഈ കാലഘട്ടങ്ങളിലൊക്കെയാണ്. പക്ഷെ അന്ന് എന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹം, എനിക്കത് എങ്ങനെ അത് നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ അത് നമുക്ക് വരച്ചു കാട്ടാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്റെ ജീവിതത്തിലേക്ക് ഒരു സാമുദായിക പശ്ചാത്തലത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ പാടിയും പ്രാർത്ഥിച്ചും അനുഷ്ഠിച്ചും പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നിന്നിരുന്നെങ്കിലും യേശു കർത്താവ് നമുക്ക് വ്യക്തിപരമായ അനുഭവമാണെന്ന് മനസ്സിലാക്കിയ ദിവസമായിരുന്നു. സ്തോത്രം. അന്ന് കർത്താവ് എന്നെ വളരെ ശക്തമായ ആഴത്തിൽ തൊട്ടു. അന്ന് എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു. ഞാൻ ആദ്യമേ ഓർപ്പിച്ചല്ലോ, നിന്നിരുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സുവിശേഷത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയോ, സുവിശേഷത്തെ പ്രോത്സാഹിപ്പിക്കുകയോ, സുവിശേഷത്തെ ഒരാൾ കേട്ട് കഴിഞ്ഞാൽ തന്റെ ജീവിതം എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് ആഴത്തിൽ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പശ്ചാത്തലം നമുക്കില്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെ തുടർന്നുള്ള സാഹചര്യങ്ങൾക്കകത്തൂടെ പോയി. പിന്നെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമെങ്കിലും പിന്നെ എന്റെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ ആ പ്രായത്തിന്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന ചാബല്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കടന്നുപോയി. എന്നാൽ കർത്താവ് ഒരുവനെ കണ്ടാൽ, യേശു കർത്താവ് ഒരു വ്യക്തിയെ കണ്ടാൽ, ആ വ്യക്തിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവൻ തന്റെ ജീവിതാവസാനത്തോളം ആ വ്യക്തിയുടെ മേലൊരു ദൃഷ്ടി ഉണ്ടെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണെന്ന് ചില വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കർത്താവിനെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് കടന്നുപോയി. 2001 ഡിസംബർ 2001 ഏത് മാസമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. 2001 എനിക്ക് ഡിസംബർ ആണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഞങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കൾ, എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഞങ്ങൾ ഒരു റിട്രീറ്റ്, അതായത് നമുക്കറിയാമല്ലോ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ റിട്രീറ്റ് പോകണമെന്ന് ഒരു താല്പര്യം ഇങ്ങനെ പ്രകടിപ്പിച്ചു. അന്നേരം എനിക്കും ഒരു താല്പര്യം അതിൻ്റെ അകത്തുണ്ടായി. ഞാൻ ഓക്കെ ഞങ്ങള് തീരുമാനിച്ചു. ഞങ്ങളുടെ അവിടുന്ന് എന്റെ 2 സുഹൃത്തുക്കളോട് ചേർന്ന്, ഒരാള് ഇന്ന് കുവൈറ്റിലുണ്ട്, അദ്ദേഹം ഇന്ന് ഇവിടുത്തെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്ററാണ്. അപ്പൊ ഞങ്ങൾ അന്ന് സാമുദായിക പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ പോകണമെന്നൊരു താല്പര്യം, ഒരു ആശയം വെച്ചു. ഞങ്ങൾ പോയി ഒരാഴ്ച അവിടെ ഒരു ധ്യാനത്തിലിരുന്നു. അത് ഞങ്ങളുടെ ഹൃദയത്തെ, നമുക്കറിയാമല്ലോ ചിലയിടത്തൊക്കെ ചില കൂട്ടായ്മകളൊക്കെ നമുക്കൊരു ചില വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തരും. അങ്ങനെ ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനാഥനുമായി സ്വീകരിച്ച എന്റെ ജീവിതം സാധാരണ ലൈഫിലേക്ക് പോയതിനകത്തേക്ക്
അതിൽ നിന്ന് ദൈവം മടക്കി കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചൊരു മാർഗമായി. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ ഞാൻ പറയട്ടെ, നമുക്കൊക്കെ ഓരോ മീറ്റിങ്ങുകളൊക്കെ ദൈവം ഒരുക്കി തരുന്നത് എന്നെങ്കിലും ഒരിക്കൽ ദൈവത്തെ കണ്ടെത്തിയതും അല്ലെങ്കിൽ കർത്താവുമായിട്ട് ഏതെങ്കിലും ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ സ്പർശനമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് പരിപൂർണമായ അളവിൽ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ദൈവം ചില കൂട്ടായ്മകളിലേക്ക് ദൈവം നമ്മെ നയിക്കും. ആദ്യമൊക്കെ നമുക്ക് ചിലപ്പം വലുതായിട്ടൊന്നും ഒരു അതിനകത്ത് വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നത്തില്ലെങ്കിലും കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കാമെങ്കിൽ ചില ദൈവിക ഇടപെടൽ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ. ആ ഒരു ധ്യാനത്തിനകത്ത് പങ്കെടുത്തു. പിന്നെ ഞങ്ങള് ആ ഒരു കർത്താവുമായിട്ടുള്ള ആ ഒരു സ്പർശനം, എന്തോ ഒരു 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 സ്പാർക്ക് അവിടുന്ന് കിട്ടി. നേരെ തിരിച്ചു വന്നത് ഞാനൊക്കെ നിന്ന് ഈ സാമുദായിക പശ്ചാത്തലത്തിനകത്ത്, നാനായ യാക്കോബ പശ്ചാത്തലത്തിനകത്ത് ഞാൻ നിന്നിരുന്നു. അപ്പൊ അവിടെ ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ അവിടെ ആരംഭിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതി നോക്കണം. കർത്താവ് കറക്റ്റ് സമയത്ത് എല്ലാം കോർഡിനേഷൻ, സ്പിരിച്വൽ കോർഡിനേഷന്റെ കാര്യത്തിൽ നമ്മുടെ കർത്താവ് വലിയവനാണ്. കർത്താവ് എങ്ങനെ കൊണ്ടുവരണം എന്ന് കർത്താവിനറിയാം. നമ്മളൊക്കെ ചിലയിടങ്ങളിലൊക്കെ നമുക്കൊക്കെ പരാജയങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ കർത്താവിന്റെ ആ ഓരോ കാലഘട്ടത്തിലെ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായ നിലയിൽ. അപ്പം ദൈവം അത് വളരെ കൃത്യ സമയത്ത് ദൈവം അത് ഒരുക്കി തന്നു. ദൈവം അത് ഒരുക്കി തന്നിട്ട് അവിടെ കുറെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ. അപ്പൊ അതിലേക്ക് എങ്ങനെയോ ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ് അതിലേക്ക് എങ്ങനെ ഞാൻ എത്തിച്ചേർന്നു. അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ കണക്റ്റായി അതിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിപ്പെട്ടു. അവിടെ ചില പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, എന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് യേശുവിനെ എനിക്ക് കിട്ടിയതും പരിശുദ്ധാത്മാവിനെ എന്റെ മേൽ കർത്താവ് പകർന്നതുമാണ്. അപ്പൊ അവിടെ ഞാനിങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഇങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലുമാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ പേര് മിറക്കിൾ ഫെലോഷിപ്പ് എന്ന്. മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. മിറക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞ ഒരുവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസമൊക്കെ ആ പദമൊക്കെ ഉപയോഗിച്ച് ശുശ്രൂഷിക്കാനിടയായി. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്ന. അപ്പം ആ ഒരു അർത്ഥത്തിലാണ് മിറക്കിൾ. ഇപ്പൊ നമ്മൾ ഓർക്കും ലോകത്ത് നമുക്ക് അത്ഭുതങ്ങൾ, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്, അത് ആ അർത്ഥത്തിലല്ല. യേശുവിൽ ഒരാൾ പുതിയ സൃഷ്ടിയാകുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോകത്തിലുള്ള ഒരു ബുദ്ധിക്ക്, ബുദ്ധിമാനായ ഒരാൾക്ക് ഒരിക്കലും കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു മാറ്റമാണ് നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് തരുന്നത്. നമ്മുടെ ചിന്തകളെ ദൈവം മാറ്റും, നമ്മുടെ നിരൂപണങ്ങളെ ദൈവം മാറ്റും, നമ്മുടെ താല്പര്യങ്ങളെ ദൈവം മാറ്റും, നമ്മുടെ എല്ലാ പ്ലാനുകളെ വരെ ദൈവം മാറ്റി വന്നു. നമുക്കിപ്പം നമ്മുടെ ഈ ചെറിയ പ്രായത്തിനകത്ത് നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ ചിലപ്പം ഈ ചെറുപ്പത്തിന്റെ ഇഷ്ടങ്ങൾ കാണും. ഇതിനെ എല്ലാം ഓവർകം ചെയ്യുന്ന ചില ഇഷ്ടങ്ങള് ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് തരും. അപ്പൊ അങ്ങനെ ഒരു അനുഭവമാണ് അത്. ആർക്കാ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതൊരു ഭയങ്കര മിറക്കിൾ. ഒരു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കർത്താവ് ചെയ്ത അത്ഭുതം, അത് നമുക്കറിയാം. അടയാളങ്ങളുടെ ആരംഭമായി. അതിനൊക്കെ വലിയ അത്ഭുതമാണ് ഒരുവൻ കർത്താവിലേക്ക് വരുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് വരുന്ന മാറ്റം. ഒത്തിരി പേര്, എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും സ്വയമായിട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ എന്തൊരു അനുഭവം അതല്ലേ! എത്ര ശ്രേഷ്ഠകരമായ അനുഭവം. അത് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമല്ലേ. കർത്താവിനെ നമ്മൾ കണ്ടെത്തിയ ദിവസം, അല്ലെങ്കിൽ കർത്താവിലേക്ക് നമ്മൾ മടങ്ങി വന്ന ദിവസമൊക്കെ എത്ര ശ്രേഷ്ഠകരമായ അനുഭവമാണ്, എത്ര സന്തോഷകരമായ അനുഭവമാണ്. അപ്പൊ അങ്ങനെ ആ കൂട്ടായ്മയിലേക്ക് ഞങ്ങള് ചേർന്നു. ഞാനും എന്റെ കൂടെ അന്ന് ധ്യാനത്തിന് പോയ സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരാള്, അദ്ദേഹത്തിന്റെ പേര് അലക്സ് എന്നാണ്. അദ്ദേഹം ഇന്ന് കുവൈറ്റില് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്ററാണ്. ഞങ്ങൾ എല്ലാവരും ആ കൂട്ടായ്മയിലേക്ക് വന്നു. അപ്പൊ ആ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ പള്ളിക്കകത്ത് ഞങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ ഇരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മുടെ എറണാകുളം ഭാഗത്തു നിന്ന് ഒരു ടീം ഒരു അവിടെ തന്നെ ഈ ഒരു മിഷണറി ദൗത്യവുമായിട്ടൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥനാ ദൗത്യവുമായിട്ടൊക്കെ ഈ സാമുദായിക പശ്ചാത്തലത്തോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു മൂവ്മെന്റ് ആണ്. അത് എന്താ അവിടെ വന്നത്, എനിക്ക് തോന്നുന്നു സെന്റ് ജോൺസ് പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രയർ ഫെലോഷിപ്പിനകത്തെ കുറച്ച് ടീമുകളാണ് അവിടെ വന്നത്. അപ്പൊ അവിടെ പ്രസംഗിക്കുന്ന ആളുകൾ, അതിൽ പ്രാർത്ഥനാ സഹായികളായിട്ടുള്ള ആൾക്കാരുണ്ട്. സെന്റ് ജോൺസും സെന്റ് പോൾസ് മിഷൻസ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ട്. അപ്പം അന്ന് പലരും ഇങ്ങനെ ചേർന്ന് വന്നുകൊണ്ട് അതിൽ ആരാണെന്ന് വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതിലൊരു ടീം അല്ല ഒരുമിച്ച് അവിടെ പ്രാർത്ഥിക്കാനായിട്ട്. ഈ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ
ഇപ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർക്ക് ഇതൊരു പ്രചോദനമാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ സംഭവം പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് ഞാൻ എന്റെ ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ. ഞങ്ങള് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു എന്റെ കൂടെ പഠിച്ചൊരു സഹപാഠി, അദ്ദേഹം വളരെ നാടകമൊക്കെ ഒത്തിരി സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. നാടകത്തിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കല് എന്നെയും കൂടെ പങ്കെടുപ്പിച്ചു. ഞാനും നാടകത്തിനകത്ത് അഭിനയിക്കണമെന്ന്. അപ്പൊ നാടകത്തിനകത്ത് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പം എനിക്ക് തന്ന വേഷം എന്ന് പറയുന്നത് നാണം കുടുങ്ങിയായിട്ടുള്ള വേലക്കാരന്റെ വേഷം എനിക്ക് തന്നു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് 2 പേരെ അഭിമുഖീകരിക്കാൻ, ഇപ്പൊ തന്നെ ഇത് അന്നൊന്നും സൂമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ പോലും എനിക്ക് 2 വാക്ക് പറയാൻ ത്രാണിയില്ലാത്തൊരു മനുഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം ഈ നാണം കുടുങ്ങിയ വേലക്കാരന്റെ വേഷം എനിക്ക് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അതിന്റെ അനന്തരഫലം എന്താ. ആ റോൾ വളരെ ഭംഗിയായിട്ട് ഞാൻ അവതരിപ്പിച്ചു. കാര്യം എനിക്ക് അഭിനയ പാഠം ഉണ്ടായിട്ടല്ല, എന്റെ സ്വതവേ എനിക്ക് നാണം ഉള്ളത് കൊണ്ട് ആ റോൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കും. വളരെ ചുരുങ്ങിയ നിമിഷം മാത്രമേ ഉള്ളായിരുന്നു, പക്ഷെ ആ റോൾ വളരെ ഭംഗിയായി. അപ്പൊ അറിയാമല്ലോ എത്രത്തോളം എന്റെ അകത്തൊരു ഷൈനസ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ആൾക്കാരെ അഭിമുഖീകരിക്കാൻ യാതൊരു തരത്തിലും ധൈര്യമില്ലാതിരുന്ന ഞാനാണ് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നടുവിലിരിക്കുന്നത്. അപ്പം ഓരോരുത്തരോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എനിക്കറിയാം എന്റെ ടേൺ വരുമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കും. ഞാൻ എന്ത് പറയാം, എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, ഏതൊക്കെ വാചകങ്ങൾ ഉരുവിടണമെന്ന് അറിയത്തില്ല, ഒന്നും അറിയാമല്ലോ. കർത്താവിലേക്ക് ദൈവം എനിക്കൊരു ഒരു റീസ്റ്റോറേഷൻ തന്ന ദിവസമാണ്, ആ തന്ന കാലഘട്ടമാണ്. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പൊ ഭയങ്കരമായിട്ട് ഞാൻ പറയട്ടെ, ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ദേശത്തൊക്കെ ചെറുപ്പക്കാരുടെ നടുവിൽ ദൈവം വലിയ ഉണർവ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതൊന്നും നമുക്കറിയത്തില്ല. ഈ ഉണർവിന്റെ ഈ കർത്താനദാസിന് കഴിഞ്ഞ ദിവസം ഒരു പോർട്ടൽ അവിടെ ഓപ്പൺ ആയി കിടക്കുക. അത് വിശ്വാസ പെന്തക്കോസ് സമൂഹത്തിൽ മാത്രമല്ല, സാമുദായിക മേഖലകളെല്ലാം കർത്താവ് ഇതിനെ ഓപ്പൺ ആക്കിയിരിക്കും. ആരുടെയൊക്കെ പ്രാർത്ഥനയായിരിക്കാം, അവിടെ നടന്ന് അതിലെയൊക്കെ നടന്ന് പ്രാർത്ഥിച്ചവരുടെയൊക്കെ ദൈവം കൊടുത്ത മറുപടി ആയിരിക്കാം. അപ്പോൾ അവിടെ എന്റെ ടേൺ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവെ ഞാൻ എന്തു പ്രാർത്ഥിക്കും, എങ്ങനെ ഉച്ചരിക്കും, ഇതെല്ലാം ആശങ്കയാണ്. ഞാൻ തുറന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്റെ കണ്ണിനകത്തുനിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. പക്ഷെ എന്റെ നാവിനെയും എന്റെ ഹൃദയത്തെ എല്ലാം കൂടെ നിറച്ച ഒരു ദിവസമായിരുന്നു. ഞാൻ എവിടുന്നൊക്കെ എനിക്ക് വാക്ക് വരുന്നതെന്ന് അറിയത്തില്ല. അവിടെ ഇരുന്ന എല്ലാവരും നമുക്കറിയാമല്ലോ, അവിടെയൊക്കെ ഈ ആത്മാഭിഷേകത്തിന്റെ തലം, ഒരു അന്യഭാഷകൾ സംസാരിക്കുന്ന തലത്തിനൊക്കെ അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് ദൈവം അറിഞ്ഞുകൊണ്ട് നിർത്തിവെച്ചതാണ്. ദൈവം അറിഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രവേശിപ്പിക്കാതെ അതല്ലാതെയുള്ളതെല്ലാം അവിടെ സംഭവിച്ചു. എല്ലാവരിലേക്കും ഒരു ആത്മപകർച്ച, എന്റെ മേലും ഒരു ആത്മപകർച്ച. വാക്ക് തുറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാനും ആത്മപകർച്ചയാൽ നിറഞ്ഞു. അവിടെ ഇരുന്നവരാ വാക്ക് കേട്ടുകൊണ്ടിരുന്നവരും ആത്മപകർച്ചയാൽ നിറഞ്ഞ് അന്തരീക്ഷം വേറൊരു നിലവാരത്തിൽ. ഓർക്കണം, സാമുദായിക പശ്ചാത്തലത്തിലുള്ള പള്ളിയുടെ അകത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെ ദൈവം അത് നിറയ്ക്കാനിടയിൽ. ദൈവത്തിന് കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരോട് ഞാനൊരു കാര്യം പറയട്ടെ. വാസ്തവമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദേവദാസനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദാഹിച്ചാൽ അതൊന്ന് പ്രാപിക്കണമെന്നൊരു ആഗ്രഹത്തോടെ ദൈവം ഏത് സ്ഥലത്ത് വെച്ച് ദൈവം അതിനെ നിറയ്ക്കാൻ ദൈവം വിശ്വസ്തനാണ്. അതിന് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് നമ്മൾ പോയിരിക്കുമ്പോഴേ ഇത് ലഭിക്കത്തുള്ളൂ എന്നൊന്നുമില്ല. ഭവനത്തിനകത്തിരുന്നാലും ദൈവം നിറയ്ക്കാൻ വിശ്വസ്തനാണ്. കർത്താവിന്റെ കൃപയാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിതൊന്നും ആക്ച്വലി ദൈവമേ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ എന്നൊന്ന് പറഞ്ഞ് അങ്ങനെ അത്രയൊന്നും പ്രാർത്ഥിച്ച ഒരു സമയമൊന്നുമല്ല. ദൈവത്തിന്റെ കൃപ എന്നല്ലാതെ മറ്റൊന്നുമില്ല, പറയാനില്ല. ഇങ്ങനെയൊക്കെ പ്രാപിക്കണമല്ലോ. അപ്പൊ അങ്ങനൊന്നും ചിന്തിച്ചില്ല. പക്ഷെ കർത്താവിന്റെ പദ്ധതിയായിരുന്നു. ഞാൻ പറയട്ടെ, ഈ ഇരിക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇങ്ങനൊരു ഗ്യാതറിങ് തന്നെ ദൈവത്തിന്റെ പദ്ധതിയാണ്. അന്ന് നിറച്ചതോടുകൂടെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നു. പിന്നെ കർത്താവെല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ എന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലാതെ ദൈവമെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫിലാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 വാക്ക് പോലും ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ പ്രാണിയില്ലാത്ത ഒരാളെ, ആ ആൾക്കാരുടെ നടുവിൽ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കാൻ, ദൈവവചനം പറയാം. അന്ന് വചനം ഒന്നും അധികം പഠിച്ചിട്ടില്ല, ഇന്നും അധികം പഠിച്ചിട്ടൊന്നുമില്ല.
കർത്താവ് തരുന്നതിനനുസരിച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വചനം. അപ്പൊ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ദൈവം ഒരാളെ തെരഞ്ഞെടുത്താൽ, ദൈവം ഒരാളുടെ മേൽ അഭിഷേകത്തെ പകർന്നാൽ, ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് കണക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു ഉണർവിന്റെ ഒരു അന്തരീക്ഷം അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു അന്തരീക്ഷം ഓപ്പൺ ആയതുകൊണ്ട് മീറ്റിങ്ങുകൾ വരാൻ. അപ്പൊ അതെല്ലാം ഞാൻ പറയട്ടെ, ഇതൊന്നും അപ്രൂവ്ഡ് മീറ്റിംഗ് അല്ല. ഞാൻ പറയല്ലോ, നിന്ന സാഹചര്യം എന്ന് പറയുന്നത് വേറൊരു പശ്ചാത്തലമാണ്. അവിടെ ഞങ്ങളെ ഒന്നും എല്ലാവരും ഒന്നും അംഗീകരിക്കത്തില്ല. അപ്പം അവിടെ ഇങ്ങനെ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നതിനനുസരിച്ച് വചനം സംസാരിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പം കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ നിൽക്കുന്നതിനകത്തൊക്കെ എന്തൊക്കെയോ എവിടൊക്കെയോ ചേർച്ചയില്ലായ്മ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊന്നും നമ്മളിങ്ങനെ ഈ പുറത്തോട്ട് നമ്മൾ പറയുന്നില്ല. നമ്മൾ അതിങ്ങനെ ഉള്ളിനകത്ത് ഇങ്ങനെ ഒതുക്കി പലതും ഇങ്ങനെ വിഴുങ്ങി നിൽക്കുക. അപ്പൊ അന്ന് അതിനെക്കുറിച്ച് സ്നാനത്തെ കുറിച്ചൊന്നും വലിയ താല്പര്യമൊന്നും നമുക്കില്ലായിരുന്നു. അന്നൊക്കെ മമ്മി ഓൾറെഡി പോയി, അറിയാതെ പോയി, മമ്മിക്ക് ഈ ബോധ്യം ഉള്ളത് കൊണ്ട് മമ്മിയൊക്കെ പോയി സ്നാനപ്പെട്ടാൽ. അപ്പ ഒന്നും സ്നാനപ്പെട്ടിട്ടില്ല, മമ്മിയൊക്കെ പോയി സ്നാനപ്പെട്ടു. അപ്പൊ മമ്മി ഇതൊന്നും പറയുന്നില്ല. അപ്പൊ മമ്മി ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ സ്നാനത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, ചെറുപ്പത്തിൽ ഒരു സ്നാനം പെട്ടതല്ലേ, ഇനിയിപ്പോ എന്തിനാ സ്നാനപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചു നിന്ന സമയം, അതിനൊന്നും ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞു നിന്ന ഒരു സമയമുണ്ട്. കാര്യം ഒന്ന് ചെറുപ്പത്തിന്റെ ആ ഒരു എന്റെ ലൈഫ് എന്ന് പറയുന്നത് എന്റെ ആത്മീയ ജീവിതം 2 കാലഘട്ടമാണ്. ഒന്ന് കരിസ്മാറ്റിക് ലൈഫ്, ഒന്ന് ഫെയ്ത്ത് ലൈഫ്. ഒരു കരിസ്മാറ്റിക് ലൈഫിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ഏകദേശം ഈ 2001 തൊട്ട് 2005 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞ ഒരു കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ കരിസ്മാറ്റിക് ലൈഫായി. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ത്രില്ലടിച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായ്മ, ഭയങ്കര ഉത്സാഹം, പ്രാർത്ഥനയ്ക്ക് പോകുന്നു. ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട്, അന്നൊന്നും ഞങ്ങൾക്ക് വാഹനം ഒന്നും സ്വന്തമായിട്ടൊന്നുമില്ല. പോയിട്ട് ഒരു 6 വാഹനത്തില തിരിച്ച് വീട്ടിലോട്ട് വരും. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ ഈ കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ സമയമൊന്നും നമുക്ക് നോക്കാൻ തോന്നത്തില്ല. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മള് ദേവദാസനൊക്കെ അറിയാം, ഞങ്ങളുടെ വീടിന്റെ ഒക്കെ ഏരിയ ദേവദാസൻ. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ. അപ്പൊ ആ റോഡ് സൈഡില് ഞങ്ങളുടെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന്റെ അവിടെ താഴെ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ വീടിന്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇറക്കം തുറക്കുന്നുണ്ട്. സ്കൂട്ടറൊക്കെ കൊണ്ട് നിർത്തുന്നത് കുറച്ച് മേളിൽ ഒരു പോസ്റ്റിന്റെ അവിടെ കൊണ്ടത്. അവിടെ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ വിടുന്ന ആളും വിചാരിക്കും ഇപ്പൊ പോകാനാന്ന്. പക്ഷെ ഞാനും വിചാരിക്കും ഇപ്പൊ തിരിച്ചു കയറി പോയി. പക്ഷെ അവിടെ നിന്നുകൊണ്ട് പിന്നെ ഒരു 1.5 മണിക്കൂർ അത് സംസാരിക്കും. അപ്പൊ ഇത് മമ്മിക്കറിയാം ഞാൻ ഇവിടെ വന്നെന്ന്. അപ്പൊ ആദ്യം മമ്മി വന്ന് ഞങ്ങളുടെ ഈ 4 ഡോറുള്ള കഥകൾ ആദ്യത്തെ 2 ഡോറും ഇങ്ങനെ തുറന്നിട്ടിട്ട് നോക്കും. അപ്പൊ ഞാൻ അവിടെ വന്നെന്ന് മനസ്സിലാവും. സ്കൂട്ടറിന്റെ വെട്ടമൊക്കെ കാണും, മനസ്സിലാവും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വന്നു. പക്ഷെ മമ്മി എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഡോർ അങ്ങ് അടയ്ക്കും. അത് 1ാമത്തെ സിമ്പലാണ്. കയറിക്കോണമെന്ന് പറയുന്ന 1ാമത്തെ സിഗ്നലാണ്, വീട്ടിനകത്ത് കയറിക്കോണമെന്ന് പറയും. ഇനി 2ാമത് മറ്റേത് കഥ ഒന്നുകൂടെ ചാരും, അത് 2ാമത്തെ സിഗ്നൽ. അടുത്തത് കഥ പൂർണ്ണമായിട്ട് അടയ്ക്കും, അത് റെഡ് സിഗ്നലാണ്. ഇനി അകത്ത് കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടേ പിന്നെ കിടന്നുറങ്ങാനായിട്ട് ഒക്കത്തില്ല. അത് മിക്കവാറും ഇത് കണ്ടാലും കഥ അടച്ചാലും ഇതെല്ലാം കഴിഞ്ഞിട്ടേ കയറത്തുള്ളൂ. കർത്താവിനെ നമുക്ക് അറിയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതെല്ലാം നമുക്ക് ഈ ഇങ്ങനെയുള്ള ഭയമെല്ലാം നമ്മുടെ എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടുകാരെ അനുസരിക്കരുതെന്നല്ല, ഈ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വഴക്ക് പറച്ചിലിനെ കുറിച്ചുള്ള ഭയമെല്ലാം നമ്മുടെ അകത്തുനിന്ന് അങ്ങ് മാറി. ഉണ്ടെങ്കിലും ഭയം അകത്തുണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ അങ്ങ് മറന്നുപോകും. നമ്മൾ പറയുന്ന മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയല്ല, ആത്മീയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പോകുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, അന്നേരത്തെ ആ ഒരു എൻജോയ്മെന്റിനകത്തെ കാര്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പം അന്ന് വെളിപ്പെട്ട് കിട്ടിയ ആ ഒരു സത്യം ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഉത്സാഹത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയങ്ങളിലാണ് ദൈവാത്മാവ് അന്ന് എനിക്ക് ഞങ്ങളുടെ അവിടുത്തെ ഈ സമുദായ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളാണ് MS ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിട്ട് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് കമ്പ്യൂട്ടറാണ് പഠിക്കാൻ പോയത്. അത് ദേവദാസിന് അറിയത്തില്ല, ഇപ്പോഴായിരിക്കും ദേവദാസിന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം IT ഫീൽഡായിരുന്നെന്ന് ഞങ്ങളിവിടെ കേട്ടു. ഞാനും IT ഫീൽഡിലേക്ക് പ്രവേശിക്കുന്ന ആഗ്രഹം, എനിക്ക് കമ്പ്യൂട്ടർ ഭയങ്കര താല്പര്യമായതുകൊണ്ട് ഞാൻ അന്ന് തൊട്ടേ പ്രീ ഡിഗ്രിക്ക് തൊട്ടേ അന്ന് കമ്പ്യൂട്ടറിന്റെ ഒക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഞാനിത് ക്യാപ്ചർ ചെയ്തു. അപ്പൊ അങ്ങനെ ഞാൻ BCAക്ക് പഠിക്കാനായിട്ട് എരുമേലി ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് അവിടെ പോയി ചേർന്നു. അന്ന് നമുക്ക് പ്രീ ഡിഗ്രി ഒക്കെ പഠനമൊക്കെ നമ്മൾ പ്രീ ഡിഗ്രി ഒക്കെ വന്നപ്പോഴത്തേക്ക് ഈ ക്രിക്കറ്റിനകത്തൊക്കെ ഇൻട്രസ്റ്റ് കയറി. ക്രിക്കറ്റ് കളിക്കുന്നില്ലെങ്കിലും ക്രിക്കറ്റ് വാച്ച് ചെയ്യും, സ്കോർ കാർഡ് ഒക്കെ എഴുതാനായിട്ട് പോകും.
ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ക്രിക്കറ്റിനകത്ത്. ഫുട്ബോളിന്റെ ഇൻട്രസ്റ്റ് ഏതോ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിക്കറ്റിനകത്ത് ഇൻട്രസ്റ്റ് വരും. അപ്പൊ ഇൻട്രസ്റ്റ് കയറിയിട്ട് മുഴുവൻ പിന്നെ ക്രിക്കറ്റ് ഇങ്ങനെ കാണുകയും ക്രിക്കറ്റ് കളി കാണാനും ഒക്കെ പോയിട്ട് പഠനം നന്നായിട്ട് പഠിക്കുന്ന ഞാന് ഈ SSLCക്ക് തൊട്ട് ഈ മാർക്ക് ഇങ്ങനെ കുറഞ്ഞു വന്ന് പ്രീ ഡിഗ്രിക്ക് ജസ്റ്റ് പാസ് മാത്രമാണ്. അതെല്ലാം മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ പുറകെ പോയിട്ട് അങ്ങനെയുള്ള സംഭവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്തൊന്നും ഞാൻ ഈ കർത്താവിലേക്കുള്ള റീസ്റ്റോറേഷൻ നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പോയി ഈ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് ഞാൻ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളത് കൊണ്ട് ഞാൻ പിന്നീട് എനിക്കൊരു അവസരം, അന്ന് ഈ സാമുദായിക പശ്ചാത്തലം നിൽക്കുന്നുണ്ട്, അവിടെ എനിക്കൊരു അവസരം കിട്ടി. സ്കൂളിൽ MS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങളുടെ റാന്നിയിലെ ഒരു കമ്പ്യൂട്ടർ അധ്യാപകനായിട്ട്, അതായത് അന്ന് അവിടെ കമ്പ്യൂട്ടർ അധ്യാപകം എന്ന് പറഞ്ഞ സ്ഥിര തസ്തികയല്ല, അവിടെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സബ്ജക്ട് വന്നതുകൊണ്ട് പഠിപ്പിക്കാനായിട്ട് പുറത്തുനിന്ന് ആളെ വിളിക്കും. അപ്പൊ അതിന്റെ ലാബില് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അപ്പൊ അവിടെ അവസരം കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ ഒരു ഏകദേശം 2 പ്രാവശ്യമായിട്ട് ഞാൻ അവിടെ പഠിപ്പിക്കാനായിട്ട് പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരു ദിവസം ഇതുപോലെ ഞാൻ ഇതുപോലെ വേറൊരു റിട്രീറ്റ്, ഒരു ഓണത്തിന്റെ അവധിക്ക് ഒരു റിട്രീറ്റ്. അപ്പൊ അന്ന് ഇങ്ങനെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താ, നീ ഈ ഫോളോ ചെയ്യുന്നതിനപ്പുറമായിട്ട് എന്തൊക്കെയോ ഇതിനപ്പുറമായ ചില കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ ഈ നമ്മുടെ പരമാർത്ഥ നമ്മുടെ ഉള്ളിനകത്ത് ഇങ്ങനെ ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാന് ഇങ്ങനൊരു മീറ്റിംഗ് എനിക്ക് പോകാനായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി. ഞാൻ അതിന് പോയി. ആ മീറ്റിങ്ങിന് ഞാൻ അവിടെ ചെന്നു. ഞാന് നമ്മുടെ ഇവിടെ കാഞ്ഞിരപ്പള്ളിയില് ഇന്ന് അദ്ദേഹം നിത്യത്തിൽ ചേർക്കപ്പെട്ടു, കവനൻ പീപ്പിൾ യോസാനസ്ഥാനത്തിന്റെ ഒരു മീറ്റിങ്ങിനാണ് പോകുന്നത്. ആ മീറ്റിംഗ് ഞാൻ അവിടെ പോയി. അപ്പം അതിങ്ങനെ കാത്തോലിക് പശ്ചാത്തലത്തിനകത്തുനിന്ന് വന്നതാണ് എന്ന് നമുക്കറിയാം. കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അവരിങ്ങനെ നല്ല രീതിയിൽ മീറ്റിംഗ് നടന്നുകൊണ്ടെന്ന് അറിയാം എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവിടെ പോയിരുന്നു. പക്ഷെ കൂടുതൽ സമയം എനിക്കിന്ന് പ്രാർത്ഥനയെ ചെലവഴിക്കണം എന്ന ആഗ്രഹത്തിലാണ് ഞാൻ പോയത്. ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ പോയി ഒരാഴ്ച ഞാൻ പ്രാർത്ഥനയിലിരുന്നു. ദൈവാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. ഞാൻ നിൽക്കേണ്ട ഒരു പശ്ചാത്തലം, ദൈവസഭയെ കുറിച്ചൊരു പിക്ചർ ഈ മീറ്റിങ്ങിനകത്തൊക്കെ ഇരിക്കുന്ന പോലെയല്ല, അവിടെ ശരിക്കും അങ്ങ് വരച്ചു കാട്ടുകയായിരുന്നു. വളരെ പൊളിച്ചെഴുതുകയായിരുന്നു ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു പിക്ചർ അവിടെ എനിക്ക് ലഭിക്കാനിടയായി. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ചെറുപ്പക്കാരായിട്ടുള്ള യൗവനക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പൊ കേൾക്കേണ്ട ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടുന്ന് ഞാൻ ഒരു സമർപ്പണത്തോടെ വന്നത്. ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ, എന്റെ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ, അത് ദൈവസഭ സത്യാരാധനയുടെ നടുവിലായിരിക്കുന്ന ഒരു തീരുമാനത്തോടെ, സ്നാനപ്പെടാനുള്ള തീരുമാനത്തോടെ. പക്ഷെ അന്നേ തൊട്ടേ സ്നാനത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കർത്താവിനോട് ഇടപെടുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ഒന്ന് തീരുമാനത്തോടെ വന്നു. പക്ഷെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എല്ലാം എതിരെ. പപ്പയൊക്കെ ഭയങ്കര ഞാൻ ഇനി ജോലിക്കൊന്നും, പപ്പ ഒരു ഇലക്ട്രീഷ്യനാണ്, ഞാൻ ഇനി ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ ഇനി വീട്ടിൽ തന്നെ ഇരിക്കുക എന്ന് പെട്ടെന്നൊരു തീരുമാനം നമ്മൾ പറയില്ല. അപ്പൊ മമ്മി എന്നോട് പറഞ്ഞു, മോനെ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോരെ, നീ ഇങ്ങനെ തീരുമാനത്തിലോട്ടൊക്കെ പോകുന്നു. അപ്പൊ അവർക്കെല്ലാം ഒരു ഉള്ളിനകത്തൊരു ഭയം. അപ്പൊ ഓക്കെ, ഇവരെല്ലാം ഇങ്ങനെ പറയുന്നത് ഞാൻ എങ്ങും പോകാതെ വീടിനകത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എങ്ങും പോകാതിരിക്കുന്നില്ല, നീ എവിടെയെങ്കിലും പോകുക. അങ്ങനെ ഞാൻ ചില കൂട്ടായ്മകളിലൊക്കെ ഇങ്ങനെ പല കൂട്ടായ്മകളിലായിട്ട് ഇങ്ങനെ പോയി തുടങ്ങി. അങ്ങനെ പിന്നെ ദൈവം എന്നെ അവിടെ നാട്ടിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം നയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്നാനപ്പെടാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, 2021 എനിക്ക് റിസ്റ്റോറേഷൻ കിട്ടിയത്. പക്ഷെ 2025 ഡിസംബർ 11 ഞാൻ സ്നാനപ്പെടാൻ ദൈവം എനിക്കൊരു അവസരം ഒരുക്കി തന്നത്. അങ്ങനെ ഞാൻ 2025 ഡിസംബർ 11 പമ്പാ നദിയിൽ ഞാൻ എല്ലാവരും കാണിക്കെ ഡേറ്റ് ഒന്ന് പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക. 2025 സോറി 2005 ഡിസംബർ 11 ഈ 2001 2000 മാറി പറഞ്ഞപ്പോൾ വന്നോളൂ വ്യത്യാസം. 2001 എനിക്ക് റീസ്റ്റോറേഷൻ വന്നത്. 2005 ഡിസംബർ 11 എന്റെ മീറ്റിംഗ്, ഞാൻ സമുദായ പശ്ചാത്തലത്തിൽ നമ്മളെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ചില ആൾക്കാർ അങ്ങേ കരയിൽ കാണും. അത് ഞാൻ അറിഞ്ഞില്ല. ദൈവാത്മാവ് അങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നു.
ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ചിലര് അങ്ങേ കരയിൽ നിന്ന് എന്റെ സ്നാനം കാണുന്നുണ്ട്. പമ്പാ നദിയിൽ പരസ്യമായിട്ട് എന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോയി സ്നാനപ്പെടാൻ ദൈവം എനിക്ക് അവസ്ഥ. പലരും എതിരാ. എന്റെ വീടിനകത്ത് ഇങ്ങനെ ഒരു കാർഡൊക്കെ വന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന നമുക്കറിയാലോ പണ്ടൊക്കെ പോസ്റ്റ് കാർഡാണ്. ആ പോസ്റ്റ് കാർഡിനകത്ത് ഇങ്ങനെ ഒരു എഴുത്ത്, നീ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത് ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിലാണ്. ആ ചർച്ചിന് തോട്ടമൺ ദൈവസഭ എന്നാണ് ആ പേര് ഇത്. നീ തോട്ടമൺ ദൈവസഭയോട് ചേരാനാണോ സ്നാനമേൽക്കാൻ പോയത്? നിന്റെ പ്രസംഗമൊക്കെ മതി, നിർത്ത് എന്ന് പറഞ്ഞൊരു ലെറ്റർ, ഒരു അനോണിമസ് ലെറ്റർ ഒക്കെ വന്നു എനിക്ക്. അത് ആരെഴുതിയാന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഒരുപക്ഷെ എന്റെ വേണ്ടപ്പെട്ടവരും എന്നെ അറിയാവുന്ന ആരും ആയിരിക്കും. അങ്ങനെ വന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഒത്തിരി സന്തോഷമായിട്ട് കാണാനായിട്ട്. കാര്യം കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ശരിക്കും യഥാർത്ഥമായിട്ട് കർത്താവിനെ അറിഞ്ഞാൽ ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകും. യേശുവിനെ അറിയുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ ജീവിതത്തിൽ, യേശുവിനെ പിൻപറ്റുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അനുഗ്രഹം. അപ്പൊ ഞാൻ അങ്ങനെ സ്നാനപ്പെടാൻ ദൈവം എനിക്ക് അവസരം തന്നു. അന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മീറ്റിംഗിനകത്ത് പോയപ്പോഴാണ്, ഈ 2005 ഞാൻ ഈ മീറ്റിംഗിൽ പോയ സമയത്താണ്, അതായത് ഓണത്തിന്റെ അവധിയോട് ബന്ധപ്പെട്ട് പറയാമല്ലോ, ഓഗസ്റ്റ് സെപ്റ്റംബർ ആ കാലയളവിൽ. അതിനുശേഷം അധികം ഞാൻ സ്നാനപ്പെടാതെ നിൽക്കേണ്ടി വന്നില്ല. ഈ ഡിസംബറോടുകൂടി എനിക്ക് സ്നാനപ്പെടാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അന്നേരം ആ കൂട്ടായ്മയിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ നാവിനെ ദൈവം തുറന്നു. ഭാഷാവരത്തിന്റെ ആരംഭം കർത്താവ് തുറന്നു തരാൻ തുടങ്ങി. അന്ന് ഒക്കെ ചെറിയ രീതിയിലാണ് ദൈവം എനിക്ക് തന്നത്. പിന്നെ അത് പല കാലഘട്ടങ്ങളായിട്ട് ദൈവം എനിക്ക് വർദ്ധിപ്പിച്ചു തന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തില് നിങ്ങൾക്ക് വളരെ സമയം തീർന്നു വരികയാണല്ലോ. നിങ്ങൾക്ക് ഏറ്റവും അധികം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ജീവിതത്തിനകത്ത് ഏറ്റവും ഫൈറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ നേരിടേണ്ട സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വന്നു. എനിക്ക് പെട്ടെന്ന് ഞാൻ ഈ 2005 ഞാൻ കർത്താവിനെ അറിഞ്ഞു. പൂർണ്ണമായിട്ട് വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ഏകനായി എന്റെ ഭവനത്തിനകത്തുനിന്ന് എന്റെ ഭവനത്തിൽ എന്റെ പപ്പാടെയും ഒക്കെ ജ്യേഷ്ഠന്മാരുടെ ഒക്കെ ആ ഒരു പശ്ചാത്തലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരാരും വിശ്വാസത്തിലല്ല, അവരെല്ലാം സാമുദായിക പശ്ചാത്തലം. ഭയങ്കര എതിർപ്പുകളാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയതുപോലെ എനിക്ക് ഒത്തിരി കണക്ഷൻസ്, ചെറുപ്പക്കാരുടെ കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ വീട്ടിനകത്ത് അന്ന് ഞാൻ പറഞ്ഞല്ലോ, എറണാകുളം ഭാഗത്തുനിന്ന് ചിലർ മീറ്റിങ്ങിന് വരുമായിരുന്നു. അതില് ഒരു സെന്റ് പോൾസ് മിഷൻസ് ഓഫ് ഇന്ത്യയിലെ ഒരു പി മത്തായി സാർ എന്ന് പറഞ്ഞ സാറുണ്ട്. ആ സാറ് എന്റെ വീടിനകത്ത്, അദ്ദേഹമായിട്ടൊക്കെ എനിക്ക് ഒത്തിരി അടുപ്പമായിരുന്നു. അദ്ദേഹം എന്റെ വീടിനകത്ത് വന്ന് എന്നെ പിന്തിരിപ്പിക്കാനായിട്ടൊക്കെ ഒത്തിരി ശ്രമം നടത്തി. സ്നാനം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ ശിശു സ്നാനത്തെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, എനിക്ക് വന്നാൽ അറ്റൻഡ് ചെയ്താൽ അത് കേൾക്കാൻ പറ്റും, നിങ്ങൾക്ക് താല്പര്യമുണ്ട് വരാനൊക്കെ പറ്റും. പക്ഷെ കർത്താവിന്റെ സ്നേഹം അതിന് മീതെ നിന്നതുകൊണ്ട്, അവരോടൊക്കെ ഉള്ള സ്നേഹം നിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിനകത്തൊന്നും എന്താ പറയുന്ന ഒരു സമ്മതിച്ച് അവരുടെ പിന്നാലെ പോകാനൊന്നും എനിക്കിടയായില്ല. അങ്ങനെയെങ്കിലും പോയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും വീണ്ടും ആ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും അവിടുത്തെ ഒരു സുവിശേഷകൻ പോലെ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ ഞാൻ നിന്നേ. അവരോടെല്ലാം ഉള്ള ഒരു സ്നേഹത്തിൽ, എന്നാൽ ദൈവവചനത്തെയും കർത്താവിനോടും അമിതമായി സ്നേഹിച്ച് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അപ്പൊ അങ്ങനെ ആ ഒരു 2005 സ്നാനം കഴിഞ്ഞതോടുകൂടി ദൈവസഭയോടുള്ള കൂട്ടായ്മയിൽ പങ്കെടുക്കാനും, അങ്ങനെ 2006 ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഗൾഫിലേക്ക് എനിക്ക് അവസരം ഒരുക്കി. ദുബൈയിൽ എനിക്കൊരു ജോലി സംബന്ധമായിട്ടൊരു അവസരം ദൈവം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ദുബൈയിലെ ജോലിക്ക് ഞാൻ പോകുന്ന ദുബൈയിലെ ജോലിക്ക് ഞാൻ 2006 ഞാൻ ദുബൈ ജോലിക്ക് വന്നു. അന്ന് വന്ന് ഞാൻ അവിടെ ഒരു കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ട് പോകാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ നാട്ടിലെ കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്ന ദേവദാസന്റെ തന്റെ സിസ്റ്ററിന്റെ മകൻ അവിടെ ഒരു കൂട്ടായ്മ നടത്തുന്നുണ്ട്. അപ്പൊ അതിലാണ് ഞാൻ പോകാനായിട്ട്. അവിടെ വെച്ച് എന്റെ ലൈഫിനകത്ത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിലയിൽ എന്റെ വിശ്വാസ ജീവിതത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലവാരത്തിൽ പിശാച് ഭയങ്കര സ്പിരിച്വൽ അറ്റാക്ക് എന്റെ ലൈഫിനകത്ത് കൊണ്ടുവന്നു. ഞാൻ ഒത്തിരി തകർന്ന ദിവസങ്ങൾ. ഞാൻ പറയട്ടെ, ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ ഈ ഒരു സ്പിരിച്വൽ അറ്റാക്ക് ഏതെങ്കിലും തരത്തിൽ, ഞാൻ അവിടെ നിർത്തുകയാണ്, ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് വരുന്നില്ല. അങ്ങനെ നേരിടുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. കർത്താവ് ഇതിന് നടുവിൽ ഇറങ്ങി പ്രവർത്തിപ്പാൻ ശക്തനാണ്. അഭിഷേകത്തിന്റെ നിലവാരത്തിലുള്ള ശുശ്രൂഷകൾ വെളിപ്പെടുമ്പോൾ ഒന്നും നോക്കാതെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഭയങ്കര വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വ്യാപരിപ്പാൻ. അപ്പൊ ഒരു ഏകദേശം 3 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അതിലെ 2ാമത്തെ വർഷം 3 വർഷം ജോലി ചെയ്തു. ആ 3ാമത്തെ വർഷം 2009 എന്റെ വിവാഹം നടന്നത്.
വിവാഹത്തോടു കൂടി ഞാൻ ചില എന്താ പറയുക, ചില ആവേശത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു. ഞാൻ ഇനി ഈ ജോലി തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് കുടുംബമായിട്ട് താമസിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ജോലി അങ്ങ് റിസൈൻ ചെയ്ത് ഞാൻ അടുത്ത ജോലി നോക്കാമെന്നുള്ള താല്പര്യത്തിൽ ഞാൻ തിരിച്ച് നാട്ടിൽ അങ്ങനെ വന്നു. അപ്പം ഈ വിവാഹം കഴിഞ്ഞ സമയമാണ്. വിവാഹം കഴിഞ്ഞ സമയമായതുകൊണ്ട് കുടുംബത്തോടൊപ്പം ഒരുമിച്ച് സമയം ചെലവഴിക്കണമെന്നൊക്കെ ഉള്ള താല്പര്യം ഉള്ളിനകത്തുള്ളതുകൊണ്ടും ഒക്കെ അന്ന് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ചില ദൈവഹിതം ചോദിക്കാതെ ചില തീരുമാനങ്ങളൊക്കെ അന്ന് എടുത്തിട്ടുണ്ട്. ചില ആവേശത്തിന്റെ അത് നമുക്ക് ഒത്തിരി അപകടം വിളിച്ചു വരും. ദൈവഹിതം ചോദിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നമുക്ക് അന്ന് കർത്താവ് ഞാൻ ഇത് എന്താ ചെയ്യേണ്ടതെന്നൊരു ചോദ്യം ദൈവത്തോട് ചോദിക്കാതെ എന്റെ ബുദ്ധിയിലെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകദേശം 2.5 കൊല്ലത്തോളം ജോലിയില്ലാതെ നാട്ടിൽ നിൽക്കേണ്ടി വന്നു. പക്ഷെ അത് ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ശുശ്രൂഷ സംബന്ധമായിട്ട് ആത്മീയമായിട്ടുള്ള ചില വളർച്ചകളൊക്കെ ദൈവം തരാൻ എനിക്കൊരു അവസരം ഒരുക്കി. നിത്യത സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് ഓപ്പൺ ആക്കി തന്നു. ആ സമയങ്ങളിൽ നിത്യത സംബന്ധിച്ചുള്ള എന്റെ അകത്ത് ദൈവം ഇട്ടിരുന്ന, നമ്മുടെ എല്ലാവരുടെയും അകത്ത് ദൈവം ഇട്ടിട്ടുണ്ട് ഇറ്റേണിറ്റിയെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ അകത്ത് ദൈവം ഇട്ട് തന്നിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങള് ഓപ്പൺ ആക്കി തരുന്ന ഒരു കൂട്ടായ്മയുടെ നടുവിലാണ് പോകാൻ ദൈവം എനിക്ക് അവസരം തന്നത്. അപ്പൊ ആ ഒരു കാര്യം എനിക്ക് ഓപ്പൺ ആക്കി തന്നു. അങ്ങനെ ഒരു ഏകദേശം ഒരു 2.5 വർഷത്തോളം ഞാനിവിടെ ജോലിയില്ലാതെ നിന്നിട്ട് പിന്നെ എനിക്ക് ഖത്തറിൽ ഒരു അവസരം ദൈവം ഒരുക്കി. അങ്ങനെ ഖത്തറിൽ ഞാൻ പോയി. ഞാൻ ഇവിടെ പറയാനായിട്ട് ഞാൻ വേഗത്തിൽ വരട്ടെ. ഖത്തറിൽ 2 വർഷം ഞാൻ ജോലി ചെയ്തു. ഖത്തറിൽ ഞാൻ 2 വർഷം ജോലി ചെയ്ത സമയത്ത് ഒരു ദിവസം ഇതുപോലെ ഞാൻ അവധിക്ക് നാട്ടിൽ പോയിട്ട് വന്നു. അപ്പൊ എനിക്കൊരു കുഞ്ഞുണ്ടായി, മോൾ എന്നെ ഉണ്ടായി. അപ്പൊ ആ സമയത്തേക്ക് മോളുണ്ടായ സമയത്താണ് എനിക്ക് ഖത്തറിലെ വിസ കിട്ടിയത്. മോൾക്ക് 2 വയസ്സായ സമയത്ത് എന്റെ ഖത്തറിലെ ജോലി എനിക്ക് നഷ്ടം. ആ സാഹചര്യം ഞാൻ പറയാനായി. ഖത്തറിലെ ജോലി ഞാൻ കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനി ഞാൻ ജോലി ചെയ്തു. അപ്പൊ അവിടെ ഞാൻ ജോലി ചെയ്ത സമയത്ത് ഈ നാട്ടിൽ നിന്ന് ഞാൻ അവധി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ അറിയായിരിക്കും, പ്രധാന ദാസനൊക്കെ അറിയാം, കല്ലുവല കുഞ്ഞോൻ ഷാ എന്ന് പറയുന്ന ദൈവദാസന് നിത്യതയിൽ ചേർക്കപ്പെട്ട സമയം. അദ്ദേഹത്തിന്റെ ഫ്യൂണറല് ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് കാണുന്നത്. ഖത്തറിൽ ഇരുന്നുകൊണ്ടാണ് എന്റെ വീട്ടില് എന്റെ വില്ലയ്ക്കകത്തിരുന്ന് എന്റെ കമ്പ്യൂട്ടറിനകത്ത് ഞാനിത് കാണുന്നു. ഞാനത് പോയി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ഫ്യൂണറൽ. അപ്പം ആ ഫ്യൂണറൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറിച്ച് ഇങ്ങനെ എല്ലാവരും താൻ ഒരിക്കലും ദേഷ്യം പിടിച്ച് കണ്ടിട്ടില്ല, താൻ ഒരിക്കലും മറ്റുള്ളവരോട് ഇത്രയും വലിയ സഭയുടെ ചുമതലകളൊക്കെ ഉണ്ടായിട്ടും ആരോടും ദേഷ്യം പിടിച്ച ഭാര്യയുടെ അടുത്ത് പോലും ഭാര്യ പിന്നെ മീറ്റിങ്ങിന് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങാനായിട്ട് താമസിച്ചിറങ്ങിയാൽ നീ ഇങ്ങനെ നിന്നോ, ഞാൻ ഒരിക്കലും ഇങ്ങനെ പോകും, ഞാൻ ഒരു ദിവസം ഇതുപോലെ അങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മാത്രമേ പറയത്തുള്ളൂ. എന്റെ ഭാര്യയോട് പോലും ദേഷ്യം പിടിച്ച് കണ്ടിട്ടില്ല എന്ന് എല്ലാവരും സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിശോധിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ അവിടെ HR ഡിപ്പാർട്ട്മെന്റില്ല ഖത്തറിൽ ജോലി. അപ്പൊ അവിടെ വരുന്ന പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ HR ഇരിക്കുന്ന HR എക്സിക്യൂട്ടീവ് എന്നുള്ള ആ ഒരു ഭാവമൊക്കെ നമ്മുടെ അകത്തൊക്കെ ഉണ്ട്. നമ്മുടെ ജഡമൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അവിടെ നിൽക്കുക. ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ ചെറുപ്പക്കാരനല്ലേ, അപ്പൊ അതിന്റെ ഒരു തളപ്പും ഇങ്ങനെയൊക്കെ ഉള്ളിനകത്തും. ഞാൻ ഇങ്ങനെ നിന്നപ്പം ഞാൻ എന്നെ പരിശോധിച്ച് നോക്കിയപ്പോഴാ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന ആളാണെന്നൊരു ഇമേജ് എല്ലാവരുടെ മുമ്പിലുണ്ട്, കൂട്ടായ്മ മുന്നിൽ നിൽക്കുന്ന ഒരാളാണെന്നൊക്കെ. പക്ഷെ എന്റെ ജീവിതത്തിനകത്ത് ഈ കാര്യത്തിനകത്ത് ഒരു വ്യത്യാസം വരുന്നില്ല. ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കരമായ ഒരു 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 കുറ്റബോധം എന്ന് പറഞ്ഞാൽ പിശാച് കൊണ്ടിരുന്ന രീതിയിലല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് എന്റെ ദൈവമേ ഞാൻ ഇങ്ങനൊക്കെ ആണല്ലോ എന്റെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകും. ഞാൻ അവിടെ ഇരുന്ന് മാനസാന്തരപ്പെടുന്ന സമയത്ത് കരയുന്നത് പോലൊന്ന് കരയാൻ ദൈവം എനിക്കൊരു അവസരം കരഞ്ഞ് ഞാൻ കർത്താവിനോട്, കർത്താവേ ഇനി എനിക്കൊരു അവസരം തന്നാൽ, ഞാന് കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരു അവസരം തന്നാൽ ഞാന് കർത്താവിന് വേണ്ടി പൂർണ്ണ സമർപ്പണത്തോടെ നിൽക്കുമെന്നൊരു തീരുമാനമെടുത്തു. നിങ്ങൾക്കറിയാമോ, പിറ്റേ ദിവസം എന്റെ കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു. അവിടെ കുറെ ആൾക്കാർ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ അവര് ലോൺ ചോദിക്കുന്നതായിട്ടൊരു പേപ്പറും അവർക്ക് ലോൺ കൊടുത്തതായിട്ടൊരു പേപ്പറും ഞാൻ സൈൻ മേടിപ്പിക്കും. ആക്ച്വലി അവർ ലോൺ ചോദിക്കുന്നില്ല, ലോൺ കൊടുക്കുന്നുമില്ല, ലോൺ കമ്പനി കൊടുക്കുന്നുമില്ല. പക്ഷെ ഇവര് പിന്നെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക്മെയിൽ അല്ല, ഈ ബ്ലാക്ക്മെയിൽ തിരിച്ചാ സംഭവിച്ചത്. ഏതെങ്കിലും ഇവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കമ്പനി കംപ്ലൈന്റ് ചെയ്യാനായിട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് ക്ലെയിം ചെയ്യണം. അപ്പൊ എനിക്ക് അതുകൊണ്ടൊന്നുമല്ല, കമ്പനിയോടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, അവർക്ക് അവരുടെ തീരുമാനങ്ങൾ. പക്ഷെ ഇതെന്റെ മുന്നിൽ വന്നത് ഞാൻ എടുത്ത സമർപ്പണത്തിലുള്ള ടെസ്റ്റായിട്ട് പെട്ടെന്ന് പിന്നീട് ചിന്തിച്ചപ്പോഴാണ് എനിക്കത് തോന്നി. പക്ഷെ പെട്ടെന്ന് ഹൃദയത്തിനകത്ത് തോന്നി, ഇത്
ഇത് ഞാൻ നാട്ടിൽ വെച്ച് അറിഞ്ഞ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നുണ്ടെന്ന്. നാട്ടിൽ പോകുന്നതിന് മുമ്പാണ്, ആക്ച്വലി നാട്ടിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. പക്ഷെ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഈ ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്തതോടുകൂടി ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അത്രയും ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ പെട്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞ അസിസ്റ്റന്റ് ജനറൽ മാനേജറാണ് എന്നോട് പറഞ്ഞു, അതെല്ലാം HR ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ട്. ഞാൻ പറഞ്ഞു, സാറേ ഇത് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇത് ചെയ്യണം. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നീ ജോലി ചെയ്യണ്ട, നീ വീട്ടിൽ പോകണം. പെട്ടെന്ന് എന്റെ ഹൃദയത്തിനകത്ത് പെട്ടെന്ന് എന്നെ പറഞ്ഞു വിട്ടത് ഉള്ളിലൊക്കെ വിഷമം തോന്നി. പക്ഷെ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം വെള്ളിയാഴ്ച, ഒരു വ്യാഴാഴ്ച സംഭവം നടക്കുന്നത്. വെള്ളിയാഴ്ച നമുക്ക് ഇവിടെയൊക്കെ വെള്ളിയാഴ്ചയാണ് മീറ്റിംഗ്, പ്രധാന ആരാധന. ഞായറാഴ്ച പോലെ ഗൾഫ് കൺട്രീസിൽ ഇവിടെ വെള്ളിയാഴ്ചയാണുള്ളത്. വെള്ളിയാഴ്ചത്തെ മീറ്റിംഗില് നീ എന്റെ കാര്യവും വ്യവഹാരവും നടത്തിക്കുന്നത് സങ്കീർത്തനത്തെ ആ ഭാഗത്തുനിന്ന് ദൈവദാസ് സൂക്ഷിച്ചു. ഞാൻ ഖത്തറിലെ ചർച്ച കോളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ എനിക്ക് നല്ല ഉറപ്പായി ഇത് കർത്താവ് എന്റെ കൂടെ ഉണ്ട്. ഞാൻ അന്നേരം എന്റെ വിശ്വാസം, ഞാൻ എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ള ഒരു തീരുമാനം ഞാൻ ആ സഭയില് കമ്പനിയിലോട്ട് ഞാൻ ഒരു ഇമെയിൽ വഴി ഞാൻ അയച്ചു. എനിക്ക് കമ്പനിയോട് യാതൊരു പ്രശ്നമില്ല, ആരോടും ഒരു ദേഷ്യമില്ല. പക്ഷെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കകത്ത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദൈവവചനത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, സങ്കീർത്തനം 15-ാം അധ്യായത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ഞാൻ കോട്ട് ചെയ്ത് അവിടുത്തെ ജനറൽ മാനേജറിന് ഞാനൊരു മെയിൽ ചെയ്തു. ആ മെയിൽ ഭയങ്കര എഫക്റ്റ് ഉണ്ട്. ആ മെയിൽ കാരണം അവർക്ക് അത് വേറൊരു രീതിയിലാണ് അവരത് എടുത്തത്. ഞാൻ എന്തോ അവരെ മറ്റൊരു രീതി ഞാൻ ഒരു വാക്ക് പോലും കമ്പനിയോ, എന്റെ മെയിൽ ഇപ്പോഴും എന്റെ മെയിൽ കിടപ്പുണ്ട്, ഇപ്പോഴും എന്റെ മെയിലിനകത്ത് ആ മെയിൽ കിടപ്പുണ്ട്. അപ്പം ഒരു വാക്ക് പോലും കമ്പനിയോ വ്യക്തികളെ ആരെയും ഞാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതല്ല നമ്മുടെ വിശ്വാസം, ആരെയും ഒരു സമൂഹത്തെ കുറ്റപ്പെടുന്നു. പക്ഷെ എന്റെ വിശ്വാസം ഇതാണ്, എനിക്ക് അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തതെന്ന്. ഞാൻ എന്റെ ടെന്യൂറിന്റെ ലാസ്റ്റ് ഡേറ്റ് വരെയും കമ്പനിയോട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഞാൻ നിൽക്കും. ഇങ്ങനെയുള്ള കാര്യത്തിനകത്ത് എനിക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് മാത്രം. അതിന് കമ്പനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എനിക്ക് ഈ കാര്യം ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ അത് വേറൊരു എഫക്റ്റ് ഉണ്ടായി. അവർ പെട്ടെന്ന് എന്നെ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാരണം മറ്റൊന്നാണ് പറഞ്ഞത്, ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ടെർമിനേറ്റ് ചെയ്തു. പക്ഷെ യഥാർത്ഥ കാരണം എഴുതി കഴിഞ്ഞാൽ അവിടെ ലേബറിലൊക്കെ ഞാനത് കേസിന് വേണ്ടി പോയി കഴിഞ്ഞാൽ അത് കമ്പനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവരത് അങ്ങനെ എഴുതിയത്. അങ്ങനെ ഞാൻ വേറെ മറ്റുള്ള ആൾക്ക് ചർച്ച ചെയ്യുന്ന തന്നെ പല ആൾക്കാരും പറഞ്ഞു, നമുക്ക് ഇവിടെ വക്കീലിനെ വെക്കാം, കേസ് വാദിക്കാം, നമ്മുടെ ഭാഗത്തിന് നമുക്ക് ക്ലെയിം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ വചനം സങ്കീർത്തനകത്ത് വന്നത് കേട്ടതോടുകൂടി എനിക്ക് മനസ്സിലായടാ, എന്റെ വ്യവഹാരം ദൈവമാണ് നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ടെർമിനേഷൻ ആയതുകൊണ്ട് ടിക്കറ്റ് എടുത്തു തന്നു. എന്നൊരു കാര്യം പറയട്ടെ, യൗവനക്കാരായിട്ടുള്ള ആൾക്കാരോട് പറയട്ടെ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ ചർച്ചിനകത്തല്ല നമുക്ക് അവസരം കിട്ടുന്നത്, പുറത്ത് അവസരം കിട്ടും യേശുവിന് വേണ്ടി നിൽക്കാൻ. അവിടെ അവസരം കിട്ടുമ്പോൾ നിന്നാൽ ദൈവം അത് ശക്തമായ രീതിയിൽ നമുക്ക് കണക്കിടും. അത് ഇവിടെ ആയിരിക്കുകയല്ല. ഞാനിപ്പം നിങ്ങൾക്കൊരു പ്രചോദനത്തിന് വേണ്ടി, ഞാൻ ഇത് അധികം ഈ കാര്യങ്ങളൊന്നും അധികം എല്ലാവരും പറയുന്നത്, പക്ഷെ നിങ്ങൾക്കൊരു പ്രചോദനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളോട് നമ്മുടെ ഫെയ്ത്തിനെ, അല്ലെങ്കിൽ നമ്മൾക്കൊരു സർവൈവലിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ നമ്മൾ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി, സത്യവിശ്വാസത്തിന് വേണ്ടി നമുക്ക് നിൽക്കാൻ ഒരു അവസരം കിട്ടിയാൽ അവിടെ ലോകം മറ്റൊന്നായിരിക്കും പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വിശ്വാസത്തിലുള്ള ആൾക്കാരൊക്കെ പല ആൾക്കാരും കിട്ടും, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞവരുണ്ട്. അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനാണേലും ഞങ്ങളുടെ കമ്പനിയിലൊക്കെ ഇങ്ങനെയൊക്കെ സാഹചര്യം വന്നപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനൊന്നും അല്ല, അതൊക്കെ എല്ലാ കമ്പനിയിലും നടക്കുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ എല്ലാ കമ്പനിയിലും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് എന്താ? നമ്മൾ ഏത് ഫെയ്ത്തിനെയാ ഫോളോ ചെയ്യും? നമ്മളൊരു ഒരു ഒരു മറ്റൊരു ആൾക്കാർക്ക് സമരമായിട്ടൊന്നും പോകുന്നതല്ല. ഇതെനിക്ക് പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ചില സാഹചര്യത്തിനകത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരൊക്കെ നമ്മളെ പലതിനകത്തും ഇൻസ്പിരേറ്റ് ചെയ്യുമ്പം, പ്രലോഭിപ്പിക്കുമ്പം, നമ്മളെ പ്രചോദിപ്പിക്കുമ്പം, നമ്മളോട് ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുമ്പം പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല, ഇതെനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനാണെങ്കിൽ കർത്താവിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും നമ്മളിൽ നല്ലവണ്ണം പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ്. സ്തോത്രം. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ഞാൻ പോയി തിരിച്ചു വന്നു. സമയം കഴിഞ്ഞു. ഞാൻ തിരിച്ചു വന്നു.
എന്നെ അവിടുന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. 2 കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു. എന്റെ മോൾക്ക് 2 വയസ്സായപ്പോൾ ഞാൻ നാട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായി ഇത് ദൈവം എന്നെ പറഞ്ഞു വിട്ടതാണ്. എന്റെ വീടിനകത്ത് ഭയങ്കര ചില പ്രശ്നങ്ങൾ, ഞാനിവിടെ ഇത്തിരി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിന്റെ നടുവിൽ ദൈവം എന്നെ കൃത്യസമയത്ത് അവിടെ കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത് നല്ലതിന് വേണ്ടിയിട്ട്. ഞാൻ അവിടെ ഉണ്ടായിരിക്കാൻ അത്യാവശ്യമുള്ള ചില സാഹചര്യങ്ങൾക്കകത്ത് ദൈവം എന്നെ അവിടെ കൊണ്ടുവന്നു. പിന്നെ ഒരു 1.5 വർഷം ഒരു ജോലിക്ക് വേണ്ടി, പിന്നെ എനിക്ക് മോളുമായിട്ട് ഞാൻ ഇവിടെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഞാനൊരു 1.5 വർഷം ഇവിടുത്തെ വിസ കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കുവൈറ്റിലെ വിസ, സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഒരു വിസ എനിക്ക് അറേഞ്ച് ചെയ്ത് കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ പറയട്ടെ, ഇവിടെ വന്നിട്ട് ഞാൻ ലീവ് വേക്കൻസിയിലാണ് ജോലിക്ക് കയറി. ഞാൻ ഇവിടുത്തെ ശുശ്രൂഷയുടെ സാഹചര്യമൊക്കെ ഇപ്പൊ കർത്താവദാസൻ പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ ഈ ചർച്ചിലേക്ക് വന്നിട്ട് അധികം വർഷമായിട്ടില്ല. ഞാൻ അതൊന്നും ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുക. ലീവ് വേക്കൻസിയിലാണ് ഞാൻ ഇവിടെ ജോലിക്ക് കയറി. ഞാൻ ഇനി, നമുക്കറിയാലോ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്, ജോലിയിൽ പ്രൊമോഷന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്, നല്ല ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി പേരായി യൗവന പ്രായം എന്ന് പറഞ്ഞാൽ പല സ്റ്റേജിൽ നിൽക്കുന്നവർ. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് ചില പ്രചോദനം നൽകുന്ന കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇവിടെ ലീവ് വേക്കൻസി ജോലിക്ക് കയറി. അപ്പം ഇവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വേക്കൻസി ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ വിസ മാറ്റി അടിച്ച് ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ എനിക്ക് 1 വർഷത്തെ വിസയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ 1 വർഷത്തെ വിസയായിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ലീവ് വേക്കൻസി ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അത് ഇടയ്ക്ക് 3 മാസം ജോലി ചെയ്യും, പിന്നെ ഇറങ്ങും, ഇടയ്ക്ക് 1 മാസം ഗ്യാപ്പ് വരും, പിന്നെ 2 മാസം ഓരോരുത്തർ ലീവിന് വെക്കേഷൻ നാട്ടിൽ പോകുമ്പോഴേ നമുക്ക് അവസരം കിട്ടും. അപ്പൊ അങ്ങനെ പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഞാനൊരു കൊറിയന്റെ കൂടെ ഒരു ജോലിക്ക് കയറാൻ ആ കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങി. ഒരു കൊറിയന്റെ കൂടെ എന്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരം നല്ല ജോലിയോ ലൈസൻസ് ഒക്കെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ജോലി കയറി. പക്ഷെ അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അവര് പിന്നെ ഇവിടുത്തെ സ്പോൺസർ, ഇവിടുത്തെ കുവൈറ്റിയെ കളിപ്പിച്ചിട്ട് വേറെ കമ്പനിക്കകത്തോട്ട് പോകുന്ന രീതിയിലൊക്കെ വന്നു. അവരിങ്ങനെ ഹൈഡ് ചെയ്തു. അവസാനം വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്റെ വിസ റിന്യൂ ചെയ്യുന്ന ആ സമയമായപ്പോഴത്തേക്ക് മൊത്തം പ്രശ്നങ്ങളാണ്. എന്റെ വിസ എനിക്ക് തന്നയാള് എന്നെ വിളിച്ചു ചോദിക്കും, നീ എവിടാ, നിന്റെ പേര് കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരാതെ ഞാൻ ദൈവത്തോട് ചോദിച്ചു. അന്ന് ഭയങ്കര, ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എന്റെ കമ്പനി വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞ അവസാനം കൂട്ടുകാരൻ പറഞ്ഞു ഭയങ്കര ഗ്രഹപ്പഴയാന്ന് തോന്നുന്നു നിനക്ക്, പിന്നെ എന്റെ കമ്പനിയുടെ പ്രശ്നമോ, വിസ അടിക്കാൻ പറ്റത്തില്ല. ഞാൻ നോക്കിയപ്പോ എന്തുവാ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ട് പിന്നെ പ്രാർത്ഥനയൊക്കെ അങ്ങ് കുറച്ചു. പക്ഷേ ദൈവം ഞങ്ങളോട് കുടുംബമായിട്ട് സംസാരിച്ചു. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നുള്ള വചനശബ്ദം ഇടപെട്ടു. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. കർത്താവ് വീണ്ടും, അപ്പൊ ഭയങ്കര പ്രഷറിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ നിന്ന സമയത്ത് ഈ കൊറിയൻ എന്നോട് പറയുന്നുണ്ട്, ഒരു നമ്പർ തരാൻ, നിങ്ങൾ പുറത്തു പോയി കാശ് കൊടുത്ത് വിസ അടിക്കാനൊക്കെ പറയുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്യണം? അപ്പം ഭയങ്കര പ്രശ്നമായപ്പോഴത്തേക്ക് കർത്താവ്, നമ്മൾക്കറിയാമല്ലോ അപ്പോസ്തല പ്രവൃത്തിയിലെ വാക്യമുണ്ട്, പൗലോസൊക്കെ കപ്പൽ പ്രതികൂലത്തിന് അനുഭവപ്പെട്ട് അവിടെ ഈ കപ്പലിലുള്ള ആൾക്കാർ പൗലോസ് പറഞ്ഞതിനെക്കാട്ടിൽ കപ്പലുടമയുടെയും മാലുമിയുടെയും വാക്കുകൾ വിശ്വസിച്ചെന്നൊരു വാക്കുണ്ട്. ആ വചനത്തിലൂടെ കർത്താവ് എന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു, വേഗത്തിൽ ഇവിടുന്ന് വിട്ടു പൊക്കോളാൻ പറഞ്ഞു, വേഗത്തിൽ മാറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാനിത് മാറി ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്റെ വിസ വേറെടുത്ത് അടിച്ചിരിക്കുന്നത്. ഞാനിത് മാറി ഇറങ്ങി. ഞാനപ്പോ ഈ ലീവ് വേക്കൻസി കയറുന്ന കമ്പനിയിൽ ഒന്ന് എനിക്ക് വിളിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ തുടരുന്നില്ലെന്ന് ഈ കൊറിയക്കാരനോട് സംസാരിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് നടന്നു വരുന്ന വഴിയിൽ ഈ ലീവ് വേക്കൻസിയിൽ ഞാൻ ജോലി ചെയ്ത കമ്പനിയിൽ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറയാ, വേഗത്തിൽ വീട്ടിൽ പോലും കയറണ്ട, വേഗത്തിൽ അങ്ങോട്ട് പോരാൻ. കണ്ടോ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചാൽ ദൈവത്തിന്റെ കരുതല് വെളിപ്പെടുമെന്നാണ്. ഞാൻ വെറുതെ വിളിക്കണമെന്ന് തോന്നി ഞാൻ വിളിച്ചതാണ്. വേഗത്തിൽ പോരെ, വീട്ടിലും കയറണ്ട, നേരെ പോരാൻ. നേരെ ഞാൻ പറഞ്ഞു ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി വെള്ളം കുടിച്ച് ഓടിച്ചെന്ന് ടാക്സി പിടിച്ച് ഞാൻ ആ കമ്പനിയിലോട്ട് ചെന്നു. അവിടെ ഒരാൾ ലീവ് വേക്കൻസി വന്നിട്ട് ഒരു ലേഡിയാവും, പുള്ളിക്കാരിക്ക് ഇത് ജോലി വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുവാന്ന് പറഞ്ഞ് തീരുമാനിച്ചിരിക്കുന്ന സമയമാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു. ഈ പുള്ളിക്കാരി എഴുന്നേൽക്കുന്നു. ഞാൻ ആ സീറ്റിലോട്ട് ഇരിക്കും. ആ ഇരുന്ന ഇരിപ്പ് പിന്നെ ലീവ് വേക്കൻസിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ പക്ഷേ ദൈവം എനിക്ക് വേണ്ടി ഒരു വേക്കൻസി അവിടെ ഉണ്ടാക്കി. ദൈവം എനിക്ക് വേണ്ടി, ഞാൻ ഇങ്ങനെ പോയി അടുത്ത എന്തോ ചെയ്യണമെന്ന് അറിയാൻ വരാതെ ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു ലീവ് വേക്കൻസി അവിടെ ഒരുക്കി തന്നു.
അവിടെ എങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ആരും ഇവിടെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. പക്ഷേ ഞാൻ അന്ന് നിന്ന് ഒരു കൂട്ടായ്മയെ ബന്ധപ്പെട്ട് ഞാൻ ഒരു കൂട്ടായ്മ നടത്തുന്നുണ്ട്. ആ കൂട്ടായ്മയിൽ ഞാനൊരു ഫാസ്റ്റിംഗ് പ്രയർ നടത്തണമെന്ന്, ഇവിടെ സാൽമിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടത്തണമെന്ന് അവർ വീട്ടിലെ പ്രയർ നടന്നുകൊണ്ടിരുന്നത്. അവിടെ ഒരു 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടത്തുന്നു. എന്റെ ഉള്ളിൽ ഒരു പ്രയറിന് എനിക്ക് തോന്നുന്നു അത് എനിക്ക് വേണ്ടി തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. ആ ഫാസ്റ്റിംഗ് പ്രയർ നടത്തണമെന്ന് എനിക്ക് പ്രയറിന് വേണ്ട. ഫാസ്റ്റിംഗ് പ്രയറിന്റെ 3ാമത്തെ ദിവസം ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ജോലിക്ക് ഞാൻ പോകുന്നത് വൈഫിന്റെ സിസ്റ്ററിന്റെ കൂടാണ്. പുള്ളിക്കാരി ജോലി ചെയ്യുന്നതും ഞാൻ ജോലി ചെയ്യുന്നതും ഏകദേശം അടുത്തടുത്ത്. ചിലപ്പോൾ ഞാൻ ആ പുള്ളിക്കാരിയുടെ കൂടാണ് ജോലിക്ക് പോകുന്നത്. പുള്ളിക്കാരിക്ക് കാറുണ്ട്, അപ്പൊ അങ്ങനെ ഞാൻ ജോലിക്ക് പോകും. അപ്പൊ ഞാൻ ഇങ്ങനെ പോയ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ജോലിയുടെ കാര്യം എല്ലാവർക്കും അറിയാം, എനിക്ക് സ്ഥിരമായ ജോലിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ജോലി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം എനിക്കത്. അവിടെ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, അവിടെ തന്നെ ജോലി ചെയ്യുന്നവരെ കൊണ്ട് ഓവർ ടൈം ഒക്കെ കൊടുത്ത് നിൽക്കുന്ന ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്റെ അകത്തൊരു ടെൻഷൻ ഉണ്ടാകാതെ ഒരു സമാധാനം ദൈവം തന്നു. ഞാൻ പറയട്ടെ, ഭാവി ഓർത്തൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കർത്താവിലാണ് നമ്മുടെ ബന്ധമെങ്കിൽ തക്ക സമയത്ത് ദൈവം കരുതലുകളെ ദൈവം വെളിപ്പെടുത്തും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് ഒരുക്കിയിരിക്കുന്ന ജോലിയാണെ അത് എനിക്ക് തന്നെ കിട്ടും. അല്ല, ഇത് ഞാൻ ഇവിടെ ജോലി ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല എന്ന് ഞാൻ പറയാനായി. ഞാൻ ആ പറഞ്ഞിട്ട് അവിടെ ചെന്ന ദിവസമാണ് അവിടുത്തെ മാനേജ്മെന്റിലെ സെക്കൻഡ് ടോപ്പായിട്ടുള്ള മാഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നൈറ്റ് ഷിഫ്റ്റിലേക്ക് ഒരാളെ ആവശ്യമുണ്ട്, അതിങ്ങനെ കോൺട്രാക്ടർ ആവശ്യപ്പെടുന്നു, താല്പര്യമുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് പരിചയമില്ലാത്ത എന്നാൽ ഇവരുമായിട്ടൊക്കെ മാനേജ്മെന്റ് ഒത്തിരി അടുപ്പമുള്ള ആൾക്കാരൊക്കെ അവിടെ ഉള്ളപ്പോഴാണ് ഒരു പരിചയമില്ലാത്ത എന്നെ വിളിച്ച് ചോദിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി നോക്കി. അപ്പൊ നൈറ്റ് ഷിഫ്റ്റിലേക്ക് ഒരു വേക്കൻസി ഒരുങ്ങി. ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട്, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വിസ അവിടെ അടിച്ചു. ഏകദേശം 3-4 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. എനിക്ക് അവിടുന്ന് പിന്നെ കമ്പനിയുമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ, എന്റെ പ്രശ്നം കൊണ്ടല്ല, അങ്ങനെ ചില ആൾക്കാരെ പിരിച്ചുവിടുന്ന കൊടുത്ത് എനിക്ക് ടെർമിനേഷൻ വന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ആ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ദൈവത്തിന്റെ വലിയൊരു അടുത്ത വേറൊരു പ്രൊജക്റ്റിലേക്ക് എന്നെ മാറ്റി. ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടി മാത്രമായിരുന്ന വേക്കൻസി, ഞാൻ ആദ്യവും അവസാനമായിട്ട് ആ വേക്കൻസി ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് വേണ്ടി ഒരുക്കി ദൈവമുള്ളൊരു വേക്കൻസി. ഞാൻ പറയട്ടെ, ദൈവത്തെ അറിഞ്ഞാൽ, കർത്താവിനെ അറിഞ്ഞാൽ, ദൈവത്തിന്റെ കരുതലുകൾ ദൈവം തക്ക സമയത്ത് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പാടിയതുപോലെ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി, ശുശ്രൂഷ ദൈവം തന്നു, ഇത്രത്തോളം ദൈവം സഹായിച്ചു. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ ഇവിടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ദൈവം സഹായിച്ചു. ഒത്തിരി പ്രശ്നങ്ങൾ ഇപ്പോഴും ജീവിതത്തിനകത്തുണ്ട്. അതൊക്കെ പറയാനുള്ള സമയവും സാഹചര്യവും ഒന്നും ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഒത്തിരി സാഹചര്യങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട പല വിടുതലുകൾ, അതൊക്കെ വിടുതലുകൾ ലഭിക്കുമ്പോൾ നമുക്ക് ഇനി വീണ്ടും ഒരിക്കൽ സാക്ഷ്യമായിട്ട് അത് പറയാം. ഒത്തിരി ആഴത്തിലുള്ള അനുഭവങ്ങളുണ്ട്. വളരെ വളരെ പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെയാണ് ഇപ്പോഴും പോകുന്നത്. പക്ഷെ ഇതൊന്നും ഓർക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. അതാണ് കാര്യം. ഇതൊന്നും ഓർക്കാനോ ഭാരപ്പെടാനോ അനുവദിക്കുന്നില്ല. അതിന് മീതെയുള്ളൊരു ദൈവിക സന്തോഷത്താൽ ദൈവം നിറച്ചു നടത്തുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ദൈവത്തിന് എല്ലാം നന്ദിയും പറയുന്നു. മുഖാന്തരമായ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാം നന്ദിയും അറിയിക്കുന്നു. ഓർപ്പിച്ചതുപോലെ ഇവിടെയുള്ള കർത്താവിന്റെ ദാസന് പാസ്റ്റർ സന്തോഷ് ജോയി വർഗീസ്, ഒഫീഷ്യൽ നെയിം ജോയി വർഗീസ്, ഞങ്ങളെല്ലാം സന്തോഷ് പാസ്റ്ററിനെ വിളിക്കുന്ന ദൈവദാസനോട് കൂടെ ചേർന്ന് കർത്താവിന്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. ദൈവം ഞങ്ങളെ നടത്തുന്നു, സഹായിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഒന്നും കണ്ടില്ല, എല്ലാവരും പലരും വീഡിയോ ഓഫ് ചെയ്തായിരിക്കുന്നത്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്റെ ഓർമ്മയിൽ വന്നതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ദൈവം അവസരം ഒരുക്കുമ്പോൾ നമുക്ക് പറയാം. നിങ്ങൾക്കത് എന്റെ ജീവിതത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം എന്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് യേശുവിനെ കണ്ടെത്തിയതും പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നതുമാണ്. ഞാൻ വിട്ടുപോയിട്ടിട്ടും എന്നെ വിടാതെ പിന്തുടരുന്ന ആ സ്നേഹത്തിന്റെ കരസ്പർശനത്തിനകത്ത് മുറുകി പിടിച്ചിരിക്കുന്ന യേശുവാണ് എന്റെ ജീവിതത്തിന്റെ അകത്തെ സാക്ഷ്യം. കർത്താവിനെല്ലാം നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവം അനുവദിച്ചാൽ കാണാം. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി